ക്രൂശിത രക്ഷക വിമോചന. ലാഭനഷ്ടങ്ങളുടെ കണക്കാണെന്ന് ലോകം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. എനിക്ക് ലാഭമുള്ളൊരു കാര്യത്തിന് ഞാനിന്നിറങ്ങൂ, എനിക്ക് നഷ്ടം വരുന്നൊരു വിഷയത്തിലേക്ക് നമ്മൾ പോകില്ല. കാരണം ഇത് ലോകത്തിന്റെ ജ്ഞാനമാണ് തലയ്ക്കകത്ത് കിടക്കുന്നത്. ലോകം പറയുന്നതാണ്, നീ എന്ത് ചെയ്യണം? വിജയിക്കണം, ലോകത്തിൽ ജയിക്കണം, ലോകത്തിൽ വിജയിക്കണം. ആരെ കൊന്നിട്ടാണെങ്കിലും, ആരെ നശിപ്പിച്ചിട്ടാണെങ്കിലും, ആരെ പറ്റിച്ചിട്ടാണെങ്കിലും സമ്പാദിക്കണം, ഉണ്ടാക്കണം എന്നാണ് ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിജയം പരാജയത്തിന്റെ കണക്കുകളാണ് ലോകം പറയുന്നത്. ജയിക്കണം, ജയിക്കണം, ജയിക്കണം എന്ന് മാത്രമേ ലോകം നമ്മളോട് പറയൂ. പിള്ളേരോട് മക്കൾ, മാതാപിതാക്കൾ പറയുന്ന എല്ലാ വിഷയത്തിലും പറയാനും ജയിക്കണം, ജയിക്കണമെന്ന് മാത്രമല്ല പറയുന്നത്, അവളെക്കാളും അവനേക്കാളും കൂടുതൽ മാർക്ക് മേടിച്ച് ജയിക്കണം. അതുകൊണ്ട് മക്കളിപ്പോ നമ്മള് വളർന്നു വരുന്ന തലമുറയൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്? ജയിക്കണം, അവനെ തോപ്പിച്ചിട്ട് ഇവളെ തോപ്പിച്ചിട്ട് എനിക്ക് ജയിക്കണം, എനിക്ക് ജയിക്കണം, എനിക്കൊന്നാമനാകണം എന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ലോകം തരുന്ന ജ്ഞാനമാണ്. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്ന കാര്യം എന്താണെന്ന് പറയുക? മോനെ, നീ ലോകത്തിൽ പരാജയപ്പെട്ടാലും ദൈവത്തിന്റെ മുമ്പിൽ പരാജയപ്പെടരുത്. ലോകത്തിൽ വിജയിച്ചില്ലെങ്കിലും ലോകത്തിൽ വിശുദ്ധനായി ജീവിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. ഇതാണ് കുരിശ് നമ്മളോട് സംസാരിക്കുന്നത്. ലോകത്തിൽ ജയിക്കാനല്ല കുരിശ് നമ്മളെ പഠിപ്പിച്ചത്. ലോകത്തിന്റെ മുമ്പിൽ തോറ്റുകൊടുത്തവനാണ് നമ്മുടെ കർത്താവായ ക്രിസ്തു. ലോകത്തിന്റെ മുമ്പിൽ പരാജിതനെന്ന് കണക്കെ കാൽവരി കുരിശിന്റെ നടുവിൽ അല്ലേ, മനുഷ്യരാൽ നിന്ദിതനായി തകർക്കപ്പെട്ടവനായി മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ പരാജിതനായി തീർന്നവനാണ് ക്രിസ്തു. ആ പരാജയമാണ് ഇന്ന് ലോകത്തിന്റെ വിജയമായിട്ട്, ദൈവമക്കളുടെ വിജയമായിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ലോകം പറയുന്ന വിജയമുണ്ടല്ലോ, അത് ഈ ലോകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന വിജയമാണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന കുരിശിന്റെ ഭോഷത്വമുണ്ടല്ലോ, കുരിശിൽ വെളിപ്പെടുത്തിയ ആ ഭോഷത്വമുണ്ടല്ലോ. കാൽവരിയുടെ നെറുകയിൽ ഈശോ മൂന്നാണികളിൽ പിടഞ്ഞ് മരിച്ചിട്ട് പരാജിതനെ പോലെ കാണപ്പെട്ടപ്പോ ലോകം വിചാരിച്ചു എല്ലാം തീർന്നെന്ന്, എല്ലാം അവസാനിച്ചെന്ന് വിചാരിച്ചു. ക്രിസ്തുവിന്റെ യുഗം തീർന്നെന്നാണ് അന്നത്തെ കാലഘട്ടത്തിലുള്ള സാമ്രാജ്യം വിചാരിച്ചത്. പക്ഷേ ആ കാൽവരി മരണത്തിലൂടെ, ആ ലോകത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടു കണക്കെ മരണത്തിലൂടെ ഉണ്ടല്ലോ പുതിയൊരു യുഗം, സ്നേഹത്തിന്റെ ഒരു യുഗം ഈശോ സ്ഥാപിക്കുക ചെയ്ത്. ഹല്ലേലൂയ. സ്നേഹത്തിന്റെ ഒരു യുഗമാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചത്. സ്നേഹത്തിന്റെ ഒരു യുഗം അവിടെ ആരംഭിക്കുക. കാൽവരി കുരിശിൽ ആരംഭിച്ചത് സ്നേഹത്തിന്റെ ഒരു യുഗമാണ്. ലോകത്തിന് മനസ്സിലാകില്ല മക്കളെ. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കാൽവരിയുടെ നെറുകയിൽ മൂന്നാണികളിൽ പിടഞ്ഞു മരിച്ച് സർവശക്തനായ ദൈവം തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ നമ്മുടെ രക്ഷയ്ക്കായി നേടിത്തന്ന ആ സൗഭാഗ്യമുണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ദൈവീക ജ്ഞാനമുള്ളവരായിട്ട് മാറണം. ദൈവീക ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. യാക്കോബ് പറയുന്നില്ല 1-ാം അധ്യായത്തിൽ 4-5 വചനങ്ങളൊക്കെ പറയുന്നില്ലേ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ പ്രാർത്ഥിക്കട്ടെ, കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനം തരുമെന്നാണ് പറയുന്നത്. നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ചോദിക്കേ, കർത്താവ് നിങ്ങൾക്ക് ജ്ഞാനം തരും. അപ്പോ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജ്ഞാനം എന്താണെന്നറിയാവോ മക്കളെ? ഇങ്ങനെ പരാജയപ്പെട്ട ഒരുവൻ, ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമല്ലാതായി തീർന്ന ഒരുവൻ, ലോകത്തിന്റെ മുമ്പിൽ വിലയില്ലാതായി തീർന്നുകൊണ്ട്, ലോകത്തിന്റെ മുമ്പിൽ പരാജയപ്പെട്ടുകൊണ്ട് ലോകത്തെ ജയിച്ച ജീവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു. ലോകത്തിൽ പരാജയപ്പെട്ടുകൊണ്ട് ലോകത്തിന്റെ മേൽ വിജയം വരിച്ചവനാണ് നമ്മുടെ കർത്താവ്. കരങ്ങൾ കൂപ്പി കണ്ണു തുറന്ന് കർത്താവിനെ കണ്ട്, ഇതാ ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ കർത്താവ്, എല്ലാ സ്തുതിക്കും എല്ലാ മഹത്വത്തിനും യോഗ്യനായ നമ്മുടെ ദൈവം. ആ കർത്താവിനെ കണ്ണു തുറന്ന് കണ്ട് എല്ലാ മക്കളും ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
എല്ലാം ദൈവം തന്നതാണെന്ന് ഹൃദയം കൊണ്ടൊന്ന് വിശ്വസിച്ച മക്കളെ. എല്ലാം ദൈവത്തിന്റെ സൗജന്യ സമ്മാനമാണെന്ന് വിശ്വസിക്കും. നീ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ, നിനക്ക് കിട്ടുന്ന സ്നേഹം, മറ്റുള്ളവർ നിന്നെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അത്, ശാരീരിക രോഗങ്ങളൊന്നും ഇതുവരെ നിന്നെ അലട്ടിയിട്ടില്ലെങ്കിൽ അത്, വലിയ അപകടങ്ങളൊന്നുമില്ലാതെ നിന്റെ ജീവിതം, നിന്റെ ദാമ്പത്യം, നിന്റെ കുടുംബം, നിന്റെ മക്കളൊക്കെ പോകുന്നുണ്ടെങ്കിൽ തമ്പുരാൻ താങ്ങി നിർത്തിയതാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കേ. കർത്താവ് താങ്ങുന്നത് കൊണ്ടാ, എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് കൊണ്ടാ. നന്ദി പറ, ഹൃദയം കൊണ്ട് നന്ദി പറ. മോളെ, മോനെ, ഇതാ നിന്റെ വേദനകളെല്ലാം ഒപ്പാൻ ഇയാൾ താരൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ്. എൻ്റെ ആത്മാവെ നീ എന്തിന് വിഷാദിക്കുന്നു? എൻ്റെ ആത്മാവെ നീ എന്തിന് സങ്കടപ്പെടുന്നു? നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ. മരണത്തിൽ നിന്നുള്ള മോചനവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയിൽ നിന്നാണെന്ന് നമുക്കറിയാലോ. തമ്പുരാനെ, ഈ കൂട്ടായ്മയിൽ ഈ മക്കൾ കടന്നു പോകുന്ന വേദനകള്, സങ്കടങ്ങള് എന്തൊക്കെയാണ് ഞങ്ങൾക്കറിയില്ല, പക്ഷെ നിനക്കറിയാലോ. ഇവരനുഭവിക്കുന്ന ജീവിതത്തിന്റെ ഭാരങ്ങളെല്ലാം ഈശോയെ നിനക്കറിയാലോ. ഭാരം വഹിക്കാനാണല്ലോ ഈശോ നീ വന്നത്. അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത്, ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. കർത്താവേ, ഒത്തിരി ഭാരം വഹിക്കുന്നവരവര്. കുടുംബത്തെക്കുറിച്ച്, മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, സാമ്പത്തിക കാര്യങ്ങളെ ഓർത്ത്, മറ്റനേകം വിഷയങ്ങളെ ഓർത്ത് ഒത്തിരി ഭാരം വഹിക്കുന്നവരാണ് ഇവര്. ഈശോയുടെ ഭാരം നീ വഹിച്ചു മാറ്റണമേ, ഏറ്റെടുക്കണമേ. നിന്റെ കരങ്ങളിലേക്ക്, നിന്റെ കരുണയ്ക്കായി സമർപ്പിക്കുന്ന ജീവിത ഭാരങ്ങളെ, ദുഃഖ ദുരിതങ്ങളെ തമ്പുരാനെ നീ ഏറ്റെടുക്കണമേ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് എല്ലാ മക്കളും നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വേദനകളെയും വിഷമങ്ങളെയും ദുഃഖഭാരങ്ങളെയും രോഗങ്ങളെയും തകർച്ചകളെയും തടസ്സങ്ങളെയും എല്ലാം സമർപ്പിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഈശോയേ, ദൈവമേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ. മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുകുത്തുന്നു. ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ്. കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഈ നിമിഷം നന്ദി പറയാം. കരങ്ങൾ തുറന്ന് ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ തന്നെ എന്തെല്ലാം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങൾ കൂടി കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.